വഅദ് പറയുന്നതും കേൾക്കുന്നതും നല്ല ഒരു കാര്യമാണ്. അതേറ്റവും അധികം ഫലവത്താകുന്നത് പറയുന്നവന്റെയും കേൾക്കുന്നവരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ്. വഅദ് ഇടക്കിടക്ക് പറയുകയും ഉണർത്തുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഉപദേശം കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ പ്രവർത്തനത്തിൽ കാതലായ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ സംഘടിപ്പിച്ച ഇതിന് നേതൃത്വം നൽകിയ എല്ലാ ആളുകൾക്കും സംബന്ധിച്ച ആളുകൾക്ക് വരെ അതിൽ നേട്ടമുണ്ടാകും. ഉത്ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ പറയാതെ, നാട്ടിലെവിടെയെങ്കിലും നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കാതെ, എല്ലാത്തിനോടും സമരസപ്പെട്ട് സഹായിച്ച് സൗഹൃദം പാലിച്ച് മുന്നോട്ട് നീങ്ങിയാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ ശിക്ഷ വരാനുള്ള കാരണമായി തീരും. നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഒരു പ്രദേശത്തുകൂടെ കടന്നു പോകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട്. ഒരു പ്രദേശത്ത് ഒരൊറ്റ മനുഷ്യനും അവരുടെ പാർപ്പിടവും ഇല്ലാതെ എല്ലാം തകർക്കപ്പെട്ട രീതിയിലാണ് കണ്ടത്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇതിനെ വന്നിരുന്നപ്പോൾ ഇവിടെ കുറെ ആളുകളും അവർ താമസിക്കുന്ന കുറെ വീടുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ വീടും കാണാനില്ല, അവരെയും കാണാനില്ല. മഹാനവർകൾ ഈ മനുഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ആ പ്രദേശത്ത് ഒരു ഉയർന്ന സ്ഥലത്ത് കയറി ആ നാട്ടുകാരെ ഒന്ന് ഉറക്കെ വിളിച്ചപ്പോൾ മൺകൂനയിൽ നിന്ന് ഒന്ന് രണ്ട് ശരീരങ്ങൾ ഇങ്ങനെ പതുക്കെ പൊങ്ങി വന്നു. മൃതശരീരങ്ങൾ പൊങ്ങി വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശിക്ഷ വന്ന് മരണമടഞ്ഞവരാണോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, അതെ. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അതിന്റെ കാരണം ദുനിയാവല്ലേ എന്ന് ചോദിച്ചു. ആ, ദുനിയാവാണ്. ദുനിയാവിനോടുള്ള പ്രേമവും ദുനിയാവിനോടുള്ള ഇഷ്ടവും കാരണം നന്മകൾ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആ സമൂഹം തയ്യാറായില്ല. അപ്പോ അള്ളാഹു തആല ശിക്ഷ ഇറക്കുന്ന ആ ഒരു പരിധിയിലേക്ക് തിന്മ ഇങ്ങനെ തയച്ച് വളർന്ന് ഉയർന്ന് എല്ലാവരിലേക്കും അത് വ്യാപിച്ചു. നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഹറാം, ഒരു ചര്യ പോലെ ഏതെങ്കിലും ഒരു കുടുംബം സ്വീകരിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നു എന്നറിഞ്ഞാൽ അവരെ ഓർമ്മപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിന്റെ ഗൗരവ തലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരൊറ്റ ആൾക്ക് നേർക്കേറെ പറയാൻ മടിയാണെങ്കിൽ ആളെ വ്യക്തമാക്കാതെ വിഷയം മാത്രം പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണ് സ്വഹാബിമാർക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യം തിരുത്തപ്പെടേണ്ട ഒരു കാര്യം നടന്നത് ഒരു പ്രഗത്ഭനായ സ്വഹാബിയിൽ നിന്നാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ്